കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലും CPM-നുണ്ടായത് കനത്ത തിരിച്ചടി തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ജില്ലാ കമ്മിറ്റി അവലോകനത്തിലൊക്കെ തന്നെ ഈ MP ഗോവിന്ദൻ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആവാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് അവിടുത്തെ പല സഹാക്കളും ചൂണ്ടിക്കാട്ടിയത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈറ്റില്ലം ആലപ്പുഴയാണ്. അതുപോലെ വിപ്ലവ നിങ്ങളുടെ സ്ഥലമാണ് കണ്ണൂർ. അതെ, ആലപ്പുഴയിലും കണ്ണൂരിലുമാണല്ലോ CPM-ന്റെ വിപ്ലവങ്ങൾ അരങ്ങേറി. അതെ. അപ്പോൾ ശരിക്കും ഇത് രണ്ടുമാണ് ശരിക്കും ഈ പാർട്ടിയുടെ തട്ടകം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഈ കേരളം ഒട്ടാകെ ഈ പാർട്ടി വളർന്ന് പന്തലിച്ചത്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ പോയിട്ട് ഒരു ബ്രാഞ്ച് കമ്മിറ്റി ആകാനുള്ള യോഗ്യത പോലും ഈ MP ഗോവിന്ദൻ ഇല്ല. മാത്രമല്ല സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത അവിടെ വന്നു. പലരും അഭിപ്രായം പ്രകടിപ്പിച്ചു. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. സുധാകരനെ UDF സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ പല സീറ്റും പോയി എന്നുള്ളത് അവർ ഇപ്പം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണിത്. അതെ, സുധാകരൻ മത്സരിക്കുന്നതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ കുറേ സീറ്റും കൊണ്ട് അവർക്ക് പോയി കിട്ടുമെന്നുള്ളത്. അത് ശരിയായി. നമ്മൾ ഇലക്ഷന് മുമ്പ് നടത്തിയ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ് 6 സീറ്റെങ്കിലും പോകുന്നതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ വിചാരിച്ച അവർക്ക് 3 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രസാദ് മന്ത്രി ചേർത്തലയിൽ നല്ലൊരു സ്ഥാനാർത്ഥി കിട്ടിയിരുന്ന പ്രസാദ് തോറ്റേ. അതാണ് വേറൊരു കാര്യം. പ്രസാദ് മന്ത്രി, പിന്നെ സജി ചെറിയാൻ, അതുപോലെ ഈ പറയുന്ന മാവേലിക്കര അരുൺകുമാർ. ഇവിടെ ഈ 3 പറ്റിയത് UDF-ന്റെ ഒരു വീഴ്ച കൊണ്ട് മാത്രമാണ് അവിടെ 3 ജയിച്ചത്. കാരണം സജി ചെറിയാനെതിരെ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ 5 വർഷം മുമ്പേ വളർത്തിക്കൊണ്ട് വരണമായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ചെങ്ങന്നൂരിൽ അവസാന നിമിഷമാണ് ഈ ബിനു ചുള്ളിയിൽ എന്ന് പറഞ്ഞൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാന നിമിഷമാണ് ഈ പറയുന്ന എബി കുര്യാക്കോസിന് നറുക്ക് വീഴുന്നത്. അതെ, അവരെന്ത് ചെയ്യണമായിരുന്നു? 2021 സജി ചെറിയാൻ വീണ്ടും ജയിച്ച സമയത്ത് അന്ന് സജി ചെറിയാനെതിരെ ഒരാളെ വളർത്തണമായിരുന്നു. അത് വളർത്തിയില്ല. അത് വളർത്താതെ അവസാന നിമിഷം കൊണ്ട് എബി കുര്യാക്കോസിനെ കൊണ്ടുവച്ചപ്പോഴും സജി ചെറിയാൻ്റെ ഭൂരിപക്ഷം കുറച്ചു എന്നുള്ളതല്ലാതെ വേറെ കാര്യം ഉണ്ടായില്ല. പക്ഷെ നടക്കുമായിരുന്നു. എന്താണ്, സജി ചെറിയാനെതിരെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം വന്നപ്പോഴും സജി ചെറിയാൻ്റെ ഓരോ തരത്തിലും രാഷ്ട്രീയപരമായിട്ടുള്ള വീഴ്ചകളിൽ ഇവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് വിജു കൃഷ്ണൻ്റെ കാര്യം. അതെ, അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ പല ആൾക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. വിജു കൃഷ്ണനാണ് മഹാരാഷ്ട്രയിലെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹമാണ് മറ്റേ ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്ത ആളാണ്. അന്നാണ് ഈ വിജു കൃഷ്ണനെ നമ്മളൊക്കെ അറിയുന്നത്. അതെ, ഇദ്ദേഹത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ ഇദ്ദേഹം നമ്മുടെ കണ്ണൂര് കരിവള്ളൂരുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ പേരദോഷമുള്ളത്, അത് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഈ മറ്റേ പൂമരന്മാരും മറ്റെന്താണ് ഈ വ്യാജ ബുദ്ധിജീവികളും ഈ വ്യാജ PhD-കാരും ഒക്കെ ഉള്ളപ്പോൾ അദ്ദേഹം വളരെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകൾ പഠിച്ച് PhD എടുത്ത് കോളേജ് അധ്യാപകനായിരുന്ന ആളാണ്. ആ ജോലി അദ്ദേഹം കാർഷിക മേഖലയിലേക്ക് അവരെ തൊഴിലാളികളെ നയിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാളാണ്. അതാണ് ഏറ്റവും അതിനകത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. വിജു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കേരളത്തിലാണ് വളർന്നിരുന്നതെങ്കിൽ ഇയാൾക്ക് ഒരു പക്ഷേ ഈ ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. വിവരം ഉണ്ടെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അയാളെ മാറ്റി നിർത്തുമായിരുന്നു. 52 വയസ്സേ ഉള്ളൂ. ഇതിനോടകം പോളിറ്റ് ബ്യൂറോ അംഗമായി. ഈ പോളിറ്റ് ബ്യൂറോ അംഗമാകുമ്പോൾ നമ്മളെ മലയാളികളുടെ കൂട്ടത്തിൽ ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതും ഒരു മലയാളിയാണ്. അതാ നമ്മൾ പലപ്പോഴും മലയാളികളെ കണക്കെടുക്കുമ്പോൾ ഈ പേര് വരാറില്ല, വിജു കൃഷ്ണൻ്റെ പേര് പലപ്പോഴും വരാറില്ലായിരുന്നു. ഈ വേറൊരു കാര്യം, അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാട്, പിണറായി വിജയനെ ഒരു നിലപാടെടുക്കാൻ അത് ഒരു കണ്ണൂരുകാരനാണെന്ന് ഓർത്തു. അതെ, കണ്ണൂരുകാരൻ പറയാണ് ഈ പിണറായി പ്രതിപക്ഷ നേതാവാകണ്ട എന്നുള്ള ശക്തമായ നിലപാടെടുക്കുക. അവസാന നിമിഷം വരെ അതിൽ ഉറച്ചുകയും ചെയ്തു അദ്ദേഹം. ഈ വിജു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലോകം കണ്ടയാളാണ്. ഇട്ടാവട്ടത്തിലുള്ള കേരളം മാത്രമല്ല, ഇയാൾ ബംഗാളും മഹാരാഷ്ട്രയും ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാം സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെയാണ് അദ്ദേഹം ഈ പണിക്കിറങ്ങിയത്. ഈ മറ്റ് പലരും നമുക്കറിയാം, ഭാര്യമാരെ കൊണ്ടെങ്കിലും വ്യാജ PhD എടുത്തതിന് ശേഷം കോളേജ് അധ്യാപകരായി എവിടെയെങ്കിലും ഇടിച്ചേരാൻ നോക്കുമ്പോൾ കോളേജ് അധ്യാപക ജോലി രാജിച്ചിട്ടുന്ന ആളാണ് ഈ വിജു കൃഷ്ണൻ. അദ്ദേഹം PhD ഇന്ത്യയിലെ പ്രശസ്തമായ JNU എന്ന മറ്റു PhD എടുത്തിട്ടുള്ള ആളാണ്. ഒറിജിനൽ സഖാവാണ്. കാരണം അയാൾക്ക് ജീവിക്കാനുള്ള മാർഗം കളഞ്ഞിട്ടാണ് അയാൾ പണിക്കിറങ്ങിയത്. അയാൾക്ക് നല്ല ഒന്നാന്തരം ജോലി ഉണ്ടായിരുന്നു. ഇവിടെ ജീവിതമാർഗ്ഗം ഇല്ലാത്തവന്മാർ വ്യവസായ സാമ്രാജ്യം മക്കൾക്ക് വേണ്ടി തീർത്ത പാരമ്പര്യം കേരളത്തിലുള്ള. ഈ ബിജു കൃഷ്ണനെ അന്ന് കർഷക സമരത്തിന്റെ കാലത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നവരാണ് കേരളത്തിലെ CPM.
ഇപ്പോൾ അദ്ദേഹം കാരണഭൂതനെതിരെയും എം വി ഗോവിന്ദനെതിരെയും രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ CPM-കാർ അദ്ദേഹത്തെ തള്ളിപ്പറയാനുള്ള സാധ്യത വളരെ കൂടുതൽ. പക്ഷേ വലിയൊരു ഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ബിജു കൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്നാണ്. അതാണ് കാരണം അതുപോലുള്ള ആർജവമുള്ള വിദ്യാഭ്യാസമുള്ള സാധാരണക്കാരുമായി ഇടപഴകി പരിചയമുള്ള ഒരാളിനെ, അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നാൽ മാത്രമേ ചെറുപ്പക്കാരൻ ഒരാളെ കൊണ്ടുവന്നാൽ നടക്കുള്ളൂ. ഇത് ഒരാൾക്ക് ഭാര്യയ്ക്ക് സീറ്റ് വേണം, വേറൊരാൾക്ക് എൻ്റെ കുടുംബത്തിന് കേരളത്തിലെ സ്വത്ത് കൂടെ അടിച്ചുകൊണ്ട് പോകണം. ഈ ചിന്താഗതിയൊന്നും ഇല്ലാത്ത നിസ്വാർത്ഥനായ ഒരു മനുഷ്യനായിരിക്കണം പഴയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിലെ പാർട്ടി നയിക്കാൻ ആവശ്യമെന്നുള്ള ചിന്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലയിടത്തും ഉണ്ട് കേട്ടോ. പലരും പേര് വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ വിജു കൃഷ്ണനെ കേരളത്തിലെ കൊണ്ടുവന്ന് ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ ചുമതല ഏൽപ്പിക്കണം എന്ന് പലരും അപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ രണ്ടാം നിര ഇല്ലല്ലോ കേരളത്തിൽ. രണ്ടാം നിര ഇല്ല. അപ്പോൾ പിണറായി വിജയൻ കോൺഗ്രസ് രണ്ടാം നിര ഉണ്ട്. കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൽ നല്ല ശക്തമായ രണ്ടാം നിരയുണ്ട്. അത് നമ്മൾ ഈ എപ്പോഴും പറയുമ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന് 2, 3, 4 നിരകളുണ്ട്. ഒരു നിര പോയാൽ അടുത്തുണ്ട്. പക്ഷേ ഒരു കാലത്ത് വലിയ സ്ട്രോങ് ടീമായിരുന്ന ശ്രീലങ്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലുള്ള ടീമുകൾക്ക് രണ്ടാം നിരയെന്ന് പറയുന്ന സംഭവം ഇല്ല. ഇന്ത്യയിൽ ഇത് വളർത്തിക്കൊണ്ട് വന്നിരുന്നു. കേരളത്തിൽ ഇത് വളർത്തിക്കൊണ്ട് വന്നു. കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ഇതുപോലെ രണ്ടാം നിരയെ വളർത്തിക്കൊണ്ട് വന്നു. ആ രണ്ടാം നിരയാണ് ഇപ്പോൾ മന്ത്രിമാരായി വരുന്നത്. അതേസമയം CPM കേരളത്തിൽ ഈ പിണറായിയുടെയൊക്കെ പിൻഗാമികളായിട്ട് വന്ന അല്ലെങ്കിൽ സുരേഷ് കുറുപ്പിൻ്റെ തലമുറയെ മൊത്തത്തിൽ ഇവർ നശിപ്പിച്ച് കളഞ്ഞിട്ട് അടുത്ത് വന്ന ഒരു സംഘം പൊട്ടന്മാരും മഹാശുദ്ധ ബോറന്മാരും ആളുടെ മുന്നിൽ പരിഹാസപാത്രങ്ങളായി മാറിയ ഒരു സംഘം നേതാക്കന്മാരാണ് അടുത്ത സംഘം. അല്ല, അവിടെയുണ്ട് കാര്യം. എന്താണെന്നറിയാമോ? ഈ രണ്ടാം നിരയെ അവർ വളർത്താത്തതിൻ്റെ കാരണം എം വി ഗോവിന്ദനും പിണറായി വിജയനും വളർത്താതെ. പിണറായി വിജയൻ്റെ രണ്ടാം നിര എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിനെയാണ്, മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന്. അപ്പോൾ ആ ആളിനെ വളർത്താൻ വേണ്ടി ബാക്കിയുള്ളവരെ എല്ലാം ചവിട്ടി താഴ്ത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഇപ്പോൾ KK ശൈലജയും PK ശ്രീമതിയും അവരാരും രണ്ടാം നിരയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അവരെ ചവിട്ടി താഴ്ത്തിയിട്ട് അവിടേക്ക് ഇയാളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പിന്നെ MB രാജേഷ് ഉണ്ട്, P രാജീവുണ്ട്. ഇവരെല്ലാം ഈ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഇവർക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായ താല്പര്യങ്ങളുണ്ടല്ലോ. ഭാര്യമാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക, വ്യാജ ഡിഗ്രി, വ്യാജ PhD എടുക്കുക. ഇതൊക്കെ എല്ലാവരുടെയും ലക്ഷ്യം. ഭാര്യമാർക്ക് പരമാവധി കോളേജ് അധ്യാപക ജോലി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ആത്യന്തികമായ പലരുടെയും ലക്ഷ്യം. കാരണം വലിയ ശമ്പളമാണല്ലോ. ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറയുന്ന എം സ്വരാജിനെ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കും പറഞ്ഞ് അലഞ്ഞു നടക്കുകയല്ലാതെ അയാൾക്ക് പാർട്ടിയിൽ പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് ഒന്നും കൊടുക്കുകയില്ല. ഇല്ല, മാത്രമല്ല അദ്ദേഹം എപ്പോഴും ചീത്ത കളിക്കുന്നത് അമേരിക്കയാണ്. പക്ഷെ അതിൻ്റെ സ്വത്ത് വരെ പുറത്തു വന്നപ്പോഴും ജീപ്പ് കോമ്പാസ് ആണ് അതിൻ്റെ വാക്ക്. ജീപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വാഹനമാണ്, അമേരിക്കൻ കമ്പനിയാണ് ജീപ്പ് എന്ന് പറയുന്നത്. അത് പിന്നെ സ്ഥിരമാണല്ലോ. ഇവർ അമേരിക്ക ചീത്ത വിളിച്ചിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു, ജലദോഷം വന്നാൽ അമേരിക്കയ്ക്ക് പോകുന്നു, മൂക്കിപ്പനിക്ക് അമേരിക്കയ്ക്ക് പോകുന്നു, പിന്നീട് ഇവർ സന്ദർശിക്കാൻ പോകുന്നു. ബൂർഷ കുത്തക മുതലാളിത്ത രാജ്യങ്ങൾ മാത്രമേ അവരുടെ സാധനങ്ങൾ മാത്രമേ ഇവർ ഉപയോഗിക്കൂ. മാത്രമല്ല ഈ രസകരമായ കാര്യം, നമ്മുടെ പല സാംസ്കാരിക നായകന്മാരും മരിക്കുമ്പോഴാണ് നമ്മൾ അവരെ ചരമവാർത്ത മക്കൾ മുഴുവൻ അമേരിക്കയിലാണ്. ഇവരെല്ലാവരും ഇറങ്ങി വിളിക്കുന്നു. ഒരു കാര്യമില്ല. ഇപ്പൊ ഈ വിജു കൃഷ്ണൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹം അല്ലാതെ വേറൊരു രണ്ടാം നിരയിൽ ഒരാളെ കാണിക്കാൻ കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അദ്ദേഹം ഒരേ സമയം നേതാവും അദ്ദേഹം അടിത്തറയുള്ള നേതാവും അതേസമയം അക്കാഡമിക്കുമാണ്. സത്യത്തിൽ കേരളത്തിൽ CPM ഒരു കാലത്ത് വലിയൊരു അക്കാഡമിക് അടിത്തറയുണ്ടായിരുന്നു. അത് ഈ പൊട്ടന്മാരെല്ലാം കൂടെ ചേർന്ന് ഇല്ലാതാക്കി. ഈ വളിപ്പന്മാരുണ്ടല്ലോ, ഈ കോമാളി വേഷം കെട്ടിയ പുതിയ തലമുറ ഉണ്ടല്ലോ, അവർ മൊത്തത്തിൽ അതങ്ങ് നശിപ്പിച്ചളഞ്ഞ്. CPM-നുള്ളതുപോലെ ഇൻ്റലക്ച്വൽ ഒരു ബാങ്ക് വേറെ ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം കളഞ്ഞു വിളിച്ചു. ഒരു MP ഇല്ലായിരുന്നു, ശിവദാസൻ എന്ന് പറഞ്ഞൊരു MP. ഡോക്ടർ കെ ഇപ്പോഴും രാജ്യസഭ അംഗമാണ് അദ്ദേഹം. ഇപ്പോഴും രാജ്യസഭ അംഗമാണ്. ഓക്കെ, ഞാനത് ഇടയ്ക്ക് വിട്ടുപോയി. അദ്ദേഹം ഒരു നല്ല നേതാവാണ്. അപ്പോൾ ഈ വിജു കൃഷ്ണൻ അതുപോലെ ഈ ശിവദാസൻ അതുപോലെയുള്ള ഒരു നിരയെ കൊണ്ടുവരണം. ഈ സ്വരാജിനെ പോലെയുള്ള ഒരു നിരയെ ഒരിക്കലും മുന്നിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. അല്ലാതെ ഇപ്പം കഴിഞ്ഞ തവണ മന്ത്രിസഭയിലുണ്ടായിരുന്നു ഇപ്പോൾ ഷംസീറിനെയൊക്കെ ചവിട്ടിത്തൂത്താണ്. ബാക്കി എല്ലാവർക്കും 2 തവണയും 3 തവണയും കൊടുക്കുമ്പോൾ ഷംസീറിന് മാത്രമാണ് 2 തവണ ബാധകം. പണ്ടൊരു TV രാജേഷ് ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി എത്തി കണ്ണൂരില്ല പൊട്ടിക്കരഞ്ഞ MLA അല്ലായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനമുണ്ട് സംസ്ഥാന സഹകരണ ബാങ്ക്. ഇപ്പൊ കേരള ബാങ്ക് അല്ലേ, അതിന്റെ വൈസ് പ്രസിഡന്റാണ്. അത്രേ ഉള്ളൂ. പ്രസിഡന്റ് മോഹന മാസ്റ്റർ. പക്ഷെ വലിയ പദവിയാണ്. അപ്പൊ ഇവരെ എല്ലാം ഒതുക്കി ഒരു മൂലക്കാക്കി. അതിലെ ഷംസീറിനെ ഒതുക്കിയത് 100% ഉറപ്പാണല്ലോ. അങ്ങനെ ഷംസീർ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് അയാളെ ആദ്യം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നില്ല, പിന്നീട് റീഷഫലിംഗ് വരുമ്പോഴാണ് സ്പീക്കർ ആക്കുന്നത്. MB രാജേഷിനെ ആഭ്യന്തരമന്ത്രിയാക്കുന്ന സമയത്താണ് സ്പീക്കർ ആക്കുന്നത്. എന്താണെങ്കിലും ശരി, വലിയ ഒരു ബദൽ കേരളത്തിൽ CPM-ന് ഉള്ളിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് പാർട്ടി അണികൾ താഴെത്തട്ടിൽ നിന്ന് CPM സംബന്ധിച്ചിടത്തോളം അവർ താഴത്തോട്ട് ഇങ്ങനെ
അണികളുള്ള ഒരു പാർട്ടി സംവിധാനം ഉള്ളതാണ്. അവർക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഈ ഗോവിന്ദൻ മാഷിനെ ഇതൊക്കെ മാറ്റിയതിനു ശേഷം ബിജു കൃഷ്ണ പോലെ നല്ല ആളെ കൊണ്ടുവരിക. 70 കഴിഞ്ഞവർ വിശ്രമിക്കട്ടെ എന്നുള്ളത് എല്ലാവർക്കും ആക്കട്ടെ. ഇപ്പം ജി സുധാകരന് മാത്രമാക്കിയാൽ പോലെ. ജി സുധാകരനും ഞങ്ങളുടെ നാട്ടിൽ ആർ ഉണ്ണികൃഷ്ണ പിള്ളയ്ക്കും ഒക്കെയാണ് 70 കഴിഞ്ഞ് വിശ്രമം കൊടുത്തത്. ടി.കെ.ജി. നായർ ഇവരെയൊക്കെ സാറ് അതെ ഈ ഒഴിവാക്കുവാണെങ്കിൽ അവരെ മൊത്തം ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയനും ആ കൂട്ടത്തിൽ പോട്ടെ. ഈ പ്രായപരിധിക്കുള്ളിൽ പറഞ്ഞ പിണറായി വിജയനെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ഒരു തലമുറ വരട്ടെ. 52 വയസ്സുള്ള ബിജു കൃഷ്ണൻ അയാൾ നയിക്കട്ടെ പാർട്ടിയെ അല്ലേ? അതെ, അതിൽ എത്രയോ പേര് എത്രയും മിടുക്കന്മാരുണ്ട്. ഈ ബാക്കിയുള്ള ഈ പൊട്ടന്മാരെ മുഴുവൻ അവരുടെ ഭാര്യമാർക്ക് ഈ PhD ഉണ്ടെങ്കിൽ അതിന് കോളേജ് അധ്യാപക ജോലി കൊടുത്ത് അവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒതുക്കുക. നല്ല ശമ്പളം ഉണ്ടെങ്കിൽ അവർക്ക് സ്വകാര്യം ജീവിക്കാം. അങ്ങനെ ചിന്തിക്കുക, അത് മതി. അതല്ലാതെ ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നാണ് ഇത് പോകുന്നതെങ്കിൽ വലിയ താമസമില്ലാതെ ഈ കേരളത്തിൽ ഈ പാർട്ടിയുടെ അഡ്രസ്സ് കാണാത്ത അവസ്ഥയായി പോകുമെന്നുള്ള പറഞ്ഞു. കാരണം ജനങ്ങൾ അത്രത്തോളം വെറുപ്പിക്കുന്ന കാര്യത്തിൽ ഈ മഹാന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ബിജു കൃഷ്ണയെ പോലുള്ള ആളുകൾ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് വന്നാൽ മാത്രമേ ഇനി ഇതിന് ഒരു പുനരുജ്ജീവനം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.